അസ്കർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷം. നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് സംഭവം ഹിറ്റായി. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൽ എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമ്പോഴാണല്ലോ നമ്മള് ഭയങ്കര ഹാപ്പി ആവുന്നത്. തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഇവിടേക്ക് പുറത്തുനിന്ന് ആളെ എടുക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഒക്കെ കഷ്ടപ്പെട്ട് അത് നേടിക്കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഒരു സാധാരണക്കാരന് സിനിമയിലേക്ക് എത്താം അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ ബ്രദർ സിനിമയിൽ ഉണ്ടാവുന്നത് ഈസി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളൊക്കെ ഫ്ലോപ്പ് ആവുമ്പോഴും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു സക്സസ് അതിന് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ സ്വയം പഠിക്കുവാണത്. ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ആസ് എ പേഴ്സൺ. ലൈക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ കാര്യം പറഞ്ഞ ഒരു വട്ടം യു ക്രൈഡ്, കരഞ്ഞു. അതായത് എല്ലാവരും നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെപ്പോഴും വേണം, അവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴെങ്കിലും കരിയറിലെടുത്ത എന്തെങ്കിലും ഡിസിഷൻ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ ഏതാന്നൊന്നും പറയണ്ട, തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ഒരാൾക്ക് സമയം കൊടുത്ത് നമ്മൾ കൊടുക്കേണ്ടവർക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫിൽ നമ്മുടെ കുറെ മാറ്റം വരുത്തുന്നു. ഞാൻ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചു എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. കുറെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പൂക്കളം, സദ്യ ആൻഡ് എവറിത്തിങ് ഫോർ മീ. ഇറ്റ്സ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ്സ് നൺ അതർ ദാൻ അസ്കർ അലി. ഹലോ. ഹലോ ഹലോ, വെൽക്കം ടു ദ ഷോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരാളെയും കൂടി ഇരുത്തി നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അന്ന് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു അസ്കറിനെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ചോദ്യം ചെയ്യണം. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് എനിക്ക് നിന്റെ മുന്നേ ഇങ്ങനെ ഇരിക്കുമ്പോ അവനെ കൂടെ എനിക്ക് അവന്റെ തലയിലെല്ലാം ഇട്ട് കൊടുക്കാറ്. അത് ശരി, അവനെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അതെന്റെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം അവനെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് ഇവിടെ കുറ്റം പറയാം. പക്ഷേ അസ്കർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, സന്തോഷം. നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് സംഭവം ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് അഹങ്കാരമൊക്കെ കാണിക്കാൻ പറ്റിക്കുന്നു. ഇല്ല, പക്ഷേ സംഭവത്തിന്റെ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ആൻഡ് അസ്കർ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. പക്ഷെ ഹി വാസ് സോ ഹാപ്പി. ലൈക്ക് അത് നമുക്ക് ആസ് എ ഫ്രണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ട് ദർ വാസ് എ ലുക്ക് ഓൺ യുവർ ഫേസ് ലൈക്ക് യെസ് നമ്മൾ ജയിച്ചിട്ടോ മാറാന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷൻ വരില്ലേ, അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും വാസ് ഹാപ്പി ഫോർ യു. ആൻഡ് ആ ഒരു മൊമെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഓണത്തിലോട്ടൊക്കെ വരാം. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളോടൊക്കെ തന്നെ വന്ന ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എടുത്തത് ഈ സീനായിരുന്നു. ഈ സീൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മളെല്ലാവരും കൂടിയത്. ഭയങ്കര എന്താ പറയുക, എനിക്ക് ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. അതെ, അതുപോലത്തെ ഇനിയും കുറേ അവസരങ്ങൾ വരട്ടെ, കുറേ സന്തോഷങ്ങൾ വരട്ടെ. അത് തന്നെയാണ് ഞാൻ അസ്കറിനെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓബ്വിയസ്ലി നമ്മളൊരു നടനാവുന്ന സമയത്ത് നമുക്ക് ഓബ്വിയസ്ലി ഒരു പ്രഷർ കാണും. ഓബ്വിയസ്ലി യു ഹാവ് യുവർ ബ്രദർ ഇൻ ദ ഇൻഡസ്ട്രി ഓൾസോ, അപ്പോൾ കുറച്ചുകൂടെ പ്രഷർ കാണും. പക്ഷേ യു ഹാവ് നെവർ സെറ്റിൽഡ് ഫോർ ലൈക്ക് ലെസ്. അതായത് എനിക്ക് ചുമ്മാ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു സൈക്കിൾ യു ഹാവ് നെവർ ഡൺ എ മൂവി. അസ്കറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അത് അസ്കറിന് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അസ്കർ എന്ന നടനെ അവിടെ കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്ന കഥകൾ മാത്രം. ഐ ഹാവ് സീൻ യു റിജക്ട് അല്ലെങ്കിൽ വേണ്ട അങ്ങനൊരു ഇതിലേക്ക് വരുന്ന ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഒരാൾക്ക് വരിക എന്ന് പറയുന്നത് ഇസ് നോട്ട് ലൈക്ക് എ വെരി ഒരു ചെറിയ കാര്യമല്ല. ലൈക്ക് അത് ഐ അപ്രിഷിയേറ്റ് യു എ ലോട്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കാൻ? ഇല്ല, ഞാൻ ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ അതിലേക്ക് എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ആ സിനിമകളൊക്കെ ഫ്ലോപ്പ് ആവുമ്പോഴും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു സക്സസ് അതിന് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ സ്വയം പഠിക്കുവാണത്. എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് അതാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്കിപ്പോൾ സംഭവം ചെയ്യുമ്പോഴും
അത് ഈ പറഞ്ഞ കഥയൊക്കെ കേട്ട് ഞാൻ ചെയ്യുന്നു, നോർമലായിട്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഒരു സക്സസ് വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ മനസ്സിലായി, ഓക്കെ ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കണം, അതിനുവേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെടണം, കണ്ണും പൂട്ടി യെസ് പറയരുത് എന്ന്. കാര്യം എനിക്കങ്ങനെ ഭീകരമായി കുറേ കഥകളൊന്നും വരത്തില്ല. വരുന്നതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കുന്നത് എപ്പോഴും കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കാണുന്നവർക്ക് അതിൽ ഞാനെന്ന ആർട്ടിസ്റ്റ് അല്ലാതെ അവർക്ക് ആ എൻ്റെ സിനിമ ഒരു ഫീല് കൊടുക്കണം, അവർക്ക് അവരുടെ ഇമോഷൻസിൽ എന്തെങ്കിലും ഒരു ഭാഗം ആവണം ആ സിനിമ എന്നാലോചിച്ചാണ് ഞാൻ ഇപ്പോൾ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നത്. കാര്യം ഇപ്പോൾ അസ്കർ അലിയുടെ സിനിമ എന്നും പറഞ്ഞ ഒരാൾ പോയി ഒരു പടം എത്രമാത്രം കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് ആ സിനിമ കാണുമ്പോൾ അവർ മുടക്കിയ പൈസയ്ക്ക് അവരെ ആ ഒരു 2-2.5-3 മണിക്കൂർ അവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അല്ല അങ്ങനല്ല, നമ്മളിപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല ആർട്ടിസ്റ്റുകളെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫീൽഡിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ എന്നുള്ള പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ദേ വിൽ ഡു ഫിലിം വിച്ച് അവർക്ക് ഓക്കെ ആയിട്ട് തോന്നാത്ത സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ യു ഹാവ് നെവർ ഡൺ ദാറ്റ് എന്നാണ് എനിക്ക് ഫീൽ. പക്ഷെ അതെന്താ എനിക്ക് തോന്നിയിരിക്കുന്ന, അങ്ങനെ നമുക്ക് കുറെ കാലം പോകാൻ പറ്റില്ല. നമ്മൾ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിലനിൽക്കണമെങ്കിൽ ആളുകൾ നമ്മുടെ സിനിമ കണ്ടേ പറ്റുള്ളൂ, എന്നാലും നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു കുറച്ച് നാളത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി കുറേ സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് പുറത്താവും എന്നുള്ളത് നമ്മുടെ സിനിമ ആരും കാണില്ല. അവർക്ക് നമ്മൾ അത് നോക്കി മാക്സിമം ചെയ്യുക എന്നുള്ളത് ഞാനിപ്പം അതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സപ്പോർട്ടിന് ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സമയം എടുത്ത് എല്ലാം ട്രൈ ചെയ്ത് സ്ക്രിപ്റ്റുകൾ കേട്ട് അതിനുവേണ്ടി ഇരുന്ന് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും മേ ബി. എന്നിട്ട് എനിക്കറിയില്ല, എനിക്ക് അതേ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ മനസ്സില്ലാതെ ഞാൻ ഒരു സിനിമയിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്കൊന്നും ചെയ്യാനില്ല. എക്സാക്ട്ലി, അത് സത്യമാണ്. നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കണം, അല്ലല്ലേ? എന്താണ് ലൈക്ക് കുറച്ച് നേരം ഞാൻ അതവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ തിരിച്ചു വരും ഞാൻ. ഇനി എന്താണ് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത്? ഓണം ഫുൾ ബ്ലാസ്റ്റ്. ഓണം എന്ന് മാത്രമല്ല, ഇപ്പൊ ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളാണെങ്കിലും എല്ലാം എൻ്റെ ഫുൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാ ഫെസ്റ്റിവൽസും ആഘോഷിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഫെസ്റ്റിവൽ വരാൻ വേണ്ടി ഭയങ്കര കാത്തിരിക്കുന്നവരാണല്ലോ. നമുക്ക് ഓണത്തിനാണെങ്കിൽ ഓക്കെ, നമുക്ക് ഓണത്തിന് എന്താ പരിപാടി, എല്ലാവരും കൂടെ കൂടണം. ക്രിസ്മസിനാണെങ്കിലും അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ് ഓണം. പിന്നെ എല്ലാവരും ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒന്നൊരു സദ്യ കഴിക്കുന്ന ഒരു ദിവസം ഓണമായിരിക്കും. അത് മാക്സിമം എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കുക എന്ന് തന്നെ. എന്തായിരിക്കും അസ്കർ അലിയുടെ വീട്ടിലെ ഒരു ടിപ്പിക്കൽ ഓണം ഡേ വൈബ്സ്? ഓണം നമ്മൾ ഏതെങ്കിലും ഈ ഓണം പരിപാടിയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഭയങ്കര ഒരുമിച്ച് കൂടി വാഴയില സദ്യ പരിപാടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് പോവും. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ദിവസം, പിന്നെ വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ദിവസം, നമ്മൾ 10 ദിവസം നമ്മൾ ബിസി ആയിരിക്കും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുമെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കമ്മിങ് ബാക്ക് ടു ദാറ്റ് സീരിയസ് ടോപ്പിക്സ്. ഓക്കെ, ഇവളെ കൊണ്ട് ശല്യമാണ്. ഞാൻ മറ്റേ കത്തി കൊണ്ട് കാണിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെന്നൊക്കെ. എനിക്ക് ഭയങ്കര മടിയാ. കാര്യം എനിക്ക് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ ഇഷ്ടം എനിക്ക്, പക്ഷെ ഇവിടം വരെ വന്ന് ഇരുന്ന് കിട്ടുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ആളാ. അതെ, ചുമ്മാ കള്ളം പറയാ ക്യാമറ. ശരിക്കും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ, അർജുനെ പോലെ. നീ ഇൻട്രോവേർട്ട് ആണെന്നല്ലേ? അപ്പൊ അർജുനെയൊക്കെ എന്ത് പറയേണ്ടി വരും? ഇല്ല, ക്ലോസ് സർക്കിളിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാ അല്ലേ? അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഇപ്പം സംഭവം എന്ന സിനിമ എടുത്തു കഴിഞ്ഞാല് അതില് യു ആസ് ആൻ ആക്ടർ ആളുകൾ അംഗീകരിച്ചത് ഓർത്തിട്ടാണോ കൂടുതൽ സന്തോഷം, അതോ ആസ് ഇൻ ദാറ്റ് സിനിമ സക്സസ് ആയത് ഓർത്തിട്ടാണോ കൂടുതൽ സന്തോഷം? ആ സിനിമ സക്സസ് ആയതിലാണ് ഭയങ്കര സന്തോഷം. ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഒരു സിനിമയെ നമുക്ക് 100% നമ്മളെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു സീൻ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു. ഇത് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഏതൊരു വർക്കിലാണേലും
നമ്മൾ ഇമ്പ്രൂവ് ആവുകയോ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് സംഭവം കാണുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ അതിൽ കണ്ടുകൊണ്ടിരുന്നത് മൊത്തം എന്നെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഈ സിനിമയുടെ കഥ എങ്ങനെ വന്നിട്ടുണ്ട്, എഡിറ്റ് എങ്ങനെ വന്നിട്ടുണ്ട്, അത്രയൊന്നും ഞാൻ ചിന്തിച്ചെത്തിയിട്ടില്ല ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ബോറാക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും കണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് ഒരു സിനിമയാണ് നമ്മളെ ഒരു ആക്ടറാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണമെങ്കിൽ ആ സിനിമ നന്നാവണം. അത് നമ്മളൊരു ഭയങ്കര പരാജയമായി പോയ ഒരു സിനിമയിൽ നമ്മളെ ആരും നോട്ടീസ് ചെയ്യില്ല. കാര്യം അതിലെ കഥയും ആ ഒരു സിറ്റുവേഷനും കഥാപാത്രവും എല്ലാം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതിന്റെ കൂടെ ട്രാവൽ ചെയ്താൽ മാത്രമേ നമ്മളോടൊരു ഇഷ്ടം തോന്നുള്ളൂ. നമ്മുടെ പെർഫോമൻസും ഹൈലൈറ്റ് കാര്യം ഒരു പരിധി കൂടുതൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ബോധമുള്ളവനൊക്കെ വേണമെങ്കിൽ അഭിനയിക്കാനൊക്കെ പറ്റും. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു ഡയറക്ടറും നല്ലൊരു ക്രൂവും ടീമും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യുക, അതിന് ആ ക്രൂയുടെ ഒരു സപ്പോർട്ട്, അത് ഈ പറഞ്ഞ പോലെ പടം സ്ക്രീനിൽ വരുന്നവരെ അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് കിട്ടിയോണ്ടാണ് ഇപ്പം പല ക്യാമറ ആംഗിൾ വെച്ച് അവർക്ക് എൻ്റെ അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഡബ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ആ ക്യാരക്ടറിനെ കുറെ കൂടെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ല ക്രൂ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കഥാപാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് നിലനിന്ന് പോകാൻ പറ്റുന്നത്. അതാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതിൽ. ഈ സംഭവം എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷം അസ്കർ ചെയ്യുന്ന ഒരു ലീഡ് റോളിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അതിന് മുന്നേ മറ്റേ ജാനകിയിലകത്ത് അത്യാവശ്യം എന്തായിരുന്നു, നല്ലൊരു ക്യാരക്ടർ റോളായിരുന്നു. പക്ഷെ ഷോൾഡർ ചെയ്യുന്നൊരു സിനിമ, ടോട്ടലി ഷോൾഡർ ചെയ്യുന്നൊരു സിനിമ സംഭവമായിരുന്നു. പക്ഷെ അതൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരുന്നു. ആൻഡ് അതിന് ഗട്ട്സ് വേണം, ലൈക്ക് ശരിക്കും ഗട്ട്സ് വേണം. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയിലേക്ക് യെസ് പറയുക എന്ന് പറയുന്നത്, ബിക്കോസ് മലയാളി ഓഡിയൻസ് നന്നായിട്ട് സിനിമയുടെ പല ഫാക്ടേഴ്സിനെ കീറി മുറിച്ച് നോക്കുന്നവരാണ്. പിന്നെ ഇപ്പം നമ്മളുടെ നാട്ടിൽ റിവ്യൂവേഴ്സ് കൂടി വരികയാണ്, എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡിലൂടെയാണ് പോകുന്നത്, പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റൽ മൂവിയിൽ യെസ് പറഞ്ഞത്? ആൻഡ് ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ മൂവിക്ക് യെസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണോ ഒരു സംഭവം? തീർച്ചയായും. നമ്മള് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിലെന്തേലും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമ്പോഴാണല്ലോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നത്. ഇപ്പം അതിനെ പറ്റിയൊരു പ്രൊഡ്യൂസറും അത് ഏറ്റെടുക്കാനുള്ള ഒരു പ്രൊഡക്ഷൻ സൈഡും വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഓക്കെ, ഇതുപോലത്തെ ഒരു കഥ ഇതിനു മുമ്പ് മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ജോണറാണ്. അപ്പോൾ അത് എനിക്ക് വേണ്ടി വരിക, അതിൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ഇനിയും ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എപ്പോഴും അതുപോലെ ചെയ്യാനാണ്. പക്ഷെ നമ്മൾ എല്ലാത്തിൻ്റെയും ഔട്ട് അല്ലെങ്കിൽ എല്ലാ സിനിമയും ഇതുപോലെ സക്സസ് ആവണം, ആളുകളെ ഏറ്റെടുക്കണമെന്നില്ല. നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം. നമ്മുടെ മനസ്സിലുള്ള കഥകൾ അല്ലെങ്കിൽ അവർ പറയുന്ന കഥ നമ്മൾ മാക്സിമം അതുപോലെ ആക്കാൻ നോക്കുക. പിന്നെ ആഫ്റ്റർ ഓൾ ഇത് ആളുകൾ അവരുടെ ചോയ്സാണ്. അവർ കണ്ട് അവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആർക്കും ഒരു ക്ലൂ ഇല്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ സിനിമയും സക്സസ് ആയിരുന്നു. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുക മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അത് നല്ലതാണെന്ന് ചിന്തിക്കുക. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ നമ്മൾ ചെയ്യുക എന്നതിലാണ് കാര്യമുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അതിനെ പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാനെപ്പോഴും എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമ സെലക്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ക്രിഞ്ച് കഥ എന്ന് എനിക്ക് തോന്നാത്ത കഥകൾ സെലക്ട് ചെയ്യാനും ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നമ്മുടെ മമ്മൂട്ടി സാർ, മോഹൻലാൽ സാർ, ഇവരൊക്കെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരാൾ പറഞ്ഞത്, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കുറച്ച് ഇടയ്ക്ക് ഒരു പോസ് കൊടുക്കുമ്പോൾ, നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഒരു പോസ് എടുക്കും, അങ്ങനെ പോസ് കൊടുക്കുമ്പോഴാണ് ആ അഭിനയത്തിലൊരു നാച്ചുറാലിറ്റി വരുന്നതെന്ന് മോഹൻലാൽ സാർ പറഞ്ഞു. മമ്മൂട്ടി സാർ പറഞ്ഞു, എത്ര തേക്കുന്നോ അത്രത്തോളം നമുക്ക് മിനുക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അഭിനയം എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഈസ് അഭിനയം, അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ വെൻ യു ആർ ആക്ടിങ്? ഇതിൽ എനിക്ക് ഞാൻ ആദ്യമൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഡയലോഗ് തന്നു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ സാധനം. ഓക്കെ, ഷോട്ടിന് നിൽക്കുമ്പോൾ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡയലോഗ് ഇത്രയുണ്ട്, ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ കുറേ ക്യാമറയുടെ മുമ്പ് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതല്ല വേണ്ടേ,
നമ്മൾ അവിടെ നമ്മളായി മാറണം അല്ലെങ്കിൽ ആ ക്യാരക്ടറായി മാറണം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ ആ ക്യാരക്ടറായി അവൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാലേ നമുക്ക്, ഇപ്പൊ നമ്മളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് സംസാരിക്കുമല്ലോ, നമ്മൾ അവിടെ ഒരു നമ്മൾ പോലും അറിയാതെ ഒരു ഗ്യാപ്പ് ഇട്ട് പറയുമ്പോഴാണ് ആ കാര്യം കൺവിൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ അത് എനിക്ക് എക്സ്പീരിയൻസിലൂടെ വന്നത്. അത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക പറഞ്ഞ പോലെ നമ്മൾ ഒരച്ചരച്ച് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് മിനിക്ക് എടുക്കണം. അത് മിനിക്ക് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. പിന്നെ എനിക്ക് തോന്നി ഇത് മറ്റേ കോൺഫിഡൻസ് വേണം, എന്നാ അഹങ്കാരം ആവുകയും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ സെറ്റിൽ പോയി അവരെന്താ പറയുന്നത്, ഡയറക്ടറിന് എന്താ വേണ്ടത്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് എന്താ ഡിമാൻഡ് ചെയ്യുന്നതെന്ന്, ഇതൊക്കെ ഒരു ബേസിക് നോളജ് ആയി മാറും നമുക്ക്. ആദ്യമേയൊക്കെ ഇത് നമുക്ക് പിടികിട്ടാത്തൊരു സാധനമാണെന്ന് തോന്നുമെങ്കിലും അത് പയ്യെ പിന്നെ നമ്മൾ ഇത്രയും ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത പടത്തിൽ ചിലപ്പോൾ എൻ്റെ അഭിനയം ഭയങ്കര മോശമായി പോവായിരിക്കും. കാരണം പറയാൻ ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്, അത് ഒരാൾക്കാരെയാണ്. അത് ഇപ്പൊ ആ സംഭവത്തിന്റെ ആ ഒരു ടീമാണ് എന്നെ ഇവിടെ എത്തിച്ചേക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് രാവിലെ എഴുന്നേറ്റ് പോയി ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് എന്നെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടല്ല എനിക്ക് ആളുകളുടെ ഇത്രയും മെസ്സേജും ഇഷ്ടമൊക്കെ എനിക്ക് വരാൻ കാരണം, എനിക്ക് ആ കിട്ടുന്ന ഇഷ്ടം കിട്ടാൻ കാരണം ആ ഒരു ക്രൂയുടെ ഒരു കഷ്ടപ്പാടും അവര് അതിലേക്ക് അവരുടെ ഒരു ടൈം എടുത്ത് അവര് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ്. ഞാൻ അസ്കറിന്റെ അഭിനയത്തെ അപ്രീഷിയേറ്റ് ചെയ്ത്, ജാനകിയിലെ പെർഫോമൻസ് ഒട്ടും മോശമല്ലായിരുന്നു. പക്ഷെ നമ്മൾ സംഭവത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് യു ആർ ദ ലീഡ് റോൾ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ അസ്കർ ഓപ്പൺലി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓവർ കോൺഫിഡൻസും എക്സ്പീരിയൻസ് ഇല്ലായ്മയും കൊണ്ട് സിനിമയിൽ വന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര എന്തായാലും ബോൾഡായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. അസ്കറിന്റെ ഒരു ക്വാളിറ്റി കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. അല്ല, നമ്മള് എപ്പോഴും മനസ്സിലുള്ളത് സംസാരിക്കുന്നത്, അത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാത്തിടത്തോളം നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം. അത് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് വേറെ ആർക്കും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്നിടത്തോളം നമ്മൾ സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ അഭിപ്രായം പറയാൻ പോവാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഒരു ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇരുന്നിട്ട് പറയുകയാണ്, അത് എന്താണ് ആ ഷോട്ട് ഇങ്ങനെ വെച്ചത്, ഈ ഷോട്ട് ഇങ്ങനെ വെക്കാൻ എന്ന് പറയാനുള്ള വിവരമില്ല എന്ന് എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ആ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാറില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യാൻ നോക്കുക. ഒരു സ്പേസ് ഉള്ളിടത്ത് പറയും. അല്ല, ഞാൻ ഉദ്ദേശിച്ചതാണ്, ഉള്ളതുപോലെ മറയം ഇതൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര ബോൾഡായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഓവർ കോൺഫിഡൻസും എക്സ്പീരിയൻസ് ഇല്ലായ്മയും കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് ഞാൻ പഠിച്ചു എന്ന് പറയുന്നൊരിത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് എങ്ങനെയാണ് സിനിമയോടൊരു സ്നേഹം വന്നത്? ലൈക്ക് യെസ്, ഐ വാണ്ട് ടു ബിക്കം ആൻ ആക്ടർ എന്ന് തോന്നിയത്? ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാം, എൻ്റെ ഇക്ക ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നതും സിനിമ ആഗ്രഹിച്ചതും. അല്ലാതെ എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഇവിടേക്ക് പുറത്തുനിന്ന് ആളെ എടുക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇക്ക കഷ്ടപ്പെട്ടത് നേടിക്കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഒരു സാധാരണക്കാരന് സിനിമയിലേക്ക് എത്താം അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്. ഞാൻ സിനിമ ആഗ്രഹിച്ചു നടന്നത്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ അതിനു വേണ്ടിയുള്ള പണിയും ഞാൻ പോയി അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഠിക്കുവാണ് ഓരോ കാര്യം. ഇപ്പോൾ ഇന്ന് വരെ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം ഇറങ്ങുമ്പോഴും സംഭവത്തിൻ്റെ സക്സസ് കാണുമ്പോൾ അതിലെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ സക്സസ് ആയി തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ കുറേ പേർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. കാര്യം അത് ഞാൻ ഭയങ്കര ജെന്യുവനായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞതാണ് തിയേറ്ററിൽ. എൻ്റെ സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് അതുപോലെ ഒരു ഹൗസ്ഫുൾ ഷോ. ആളുകൾ എന്നെ കാണുമ്പോൾ കൈ കൊട്ടുന്നു, ആളുകൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട് എന്നോട് വന്ന് സംസാരിക്കുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മുന്നോട്ട് ഓക്കെ, നമ്മൾ നോക്കിയാൽ പറ്റും, നമ്മൾ ഇനി ഇതിനു വേണ്ടി കഷ്ടപ്പെടണം, നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ തോന്നുന്നത്. അതെ, പക്ഷെ ഇപ്പൊ 10 വർഷമായില്ലേ സിനിമയിൽ വന്നിട്ട്? 10 വർഷമായി. അതെ, 10 വർഷമായി. 10 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അനുഭവം, എക്സ്പീരിയൻസിന്റെ മലയാളം സോറി അല്ല, അങ്ങനെയല്ല, ഒരു
എന്താ പറയുക, ബീൻ ത്രൂ എ ലോട്ട് എന്ന് പറയാം അല്ലെ, അപ്സ് ആൻഡ് ഡൗൺസ്, ഒരുപാട് എന്താ പറയാ ഫെയിലിയേഴ്സ്, സക്സസ് എല്ലാം ജഗിൾ ചെയ്തിട്ടുണ്ട്. 9.5 കൊല്ലം വരെ ഡൗൺ പിന്നെയാണ് ഒരു അപ്പ് ഇട്ടിട്ടുള്ള. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ അല്ല, അതുവരെ പഠിച്ച കാര്യങ്ങളാണ് എനിക്ക് മുന്നോട്ട് കിട്ടിയേക്കുന്നത്. അതെ, നമ്മൾ ഒരിക്കലും ഞാൻ പഠിച്ചിരിക്കുന്നത് നമ്മൾ ഫെയിലിയേഴ്സിൽ കൂടെയാണ് നമ്മൾ ഏറ്റവും നല്ലൊരു വ്യക്തിയായി മാറുന്നതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സക്സസിൽ എത്തുമ്പോൾ സക്സസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് ഫെയിൽ ആയിട്ടുള്ളതുകൊണ്ടല്ലേ, അല്ലേ? എന്ത് പറയുന്നു അല്ലേ? അല്ല, ഈ ചില സിനിമകളൊക്കെ തുടങ്ങുമ്പോൾ തുടക്കത്തിലെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ 10-15 മിനിറ്റ് ബോറിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ കഥ ബിൽഡായി വന്ന് ക്ലൈമാക്സ് എത്തുമ്പോൾ ആ ഒരു ഹൈ കിട്ടുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ 9.5 വർഷം അങ്ങനെ കണക്കാക്കാം. ഈ 9.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രക്ഷപ്പെടും, 4 രക്ഷപ്പെടും എന്ന് പറഞ്ഞു പറയാനുള്ള 9.5 വർഷം പോയത്. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അത് ആദ്യത്തെ കൊല്ലം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ തകർന്നിരുന്നായിരുന്നു. ഇനി 9.5 കൊല്ലം ഞാൻ വേറെ ചുമ്മാ ഇരിക്കണമല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പറയാനുള്ളത് പറയും മിടുക്കൻ. അല്ല, ചിലർ പറയും സിനിമയുടെ ഔട്ട് വന്നത് കാണുമ്പോൾ ആളുകൾ കൈയടിക്കുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. ചിലർ പറയും അഭിനയിക്കുന്ന ആ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരാളായിട്ട് അല്ലെങ്കിൽ ഒരു എംപത്തൈസ് ചെയ്ത് പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിക്കുന്ന സമയത്താണ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹൈ കിട്ടുന്നതെന്ന് പറയും. ചിലപ്പോൾ പറയും ഡയറക്ടർ അടിപൊളിയാണ് ഷോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹൈ കിട്ടും, അതിനു വേണ്ടിയാണ് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് നടനായത് നടിയായതെന്ന് പറയും. എന്താണ് അസ്കറിന് ഒരു ഹൈ കിട്ടുന്നത് ഒരു സിനിമ? ഇതിലെല്ലാം ഹൈ കിട്ടും. ഇപ്പൊ നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടില്ലേ? ഈ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഹൈ കിട്ടും. അതില് അതെല്ലാം ഒരേ ഇമോഷന്റെ ഓരോരോ വേവ് ലെങ്ത് ആണ്. കൊള്ളാം, അടിപൊളി. മാനിഫെസ്റ്റേഷനിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും എന്നോട്, നീ അത് തന്നെ ചിന്തിക്കുക, അത് അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അല്ല, ബിലീവ് ചെയ്യാന്നല്ലേ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ഓരോ ദിവസം ഇന്ന് ആരും വിളിക്കും കഥ പറയാൻ, നല്ല കഥ കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുള്ളൂ. അവസരം ചോദിക്കാൻ മടിയുള്ള ആളാണോ? ഒരു മടിയില്ല. അവസരം ചോദിക്കാൻ മടിയില്ല, ബട്ട് എനിക്ക് ചോദിക്കാൻ അറിയത്തില്ല. എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ആരെങ്കിലും ഒക്കെ വിളിച്ച്. പക്ഷെ ഞാൻ ആദ്യമേ ഫോൺ എടുത്ത് ആർക്കെങ്കിലും മെസ്സേജ് അയക്കാതെ നേരെ ഞാൻ ഓർക്കും അവര് ബുദ്ധിമുട്ടാവോ, അവര് ചിന്തിക്കുമോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാന്നോ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, ഒരു പിടുത്തമുണ്ട്. പക്ഷെ ഞാൻ എല്ലാ പരിപാടിയും ഞാൻ ആഘോഷമാക്കും. പക്ഷെ അത് വേറൊരാളുടെ ടൈം കളഞ്ഞിട്ട് എന്റെ ടൈമിന് വേണ്ടി വേറൊരാളുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അസ്കറിന്റെ ഞാൻ കണ്ട വേറൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇല്ലാത്തപ്പോ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ഫ്രണ്ട്സിനോടുള്ള സ്നേഹം തന്നെ. അതായത് നമുക്ക് ചിലരോട് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം നിങ്ങളുടെ മേനെ പ്യാരിക്കുക കഴിഞ്ഞ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അധികവും അർജു അസ്കറും തമ്മിലാണ് ഫ്രണ്ട്സ്. അപ്പം ഞാനതിൽ തേർഡ് പാർട്ടി ആയിരുന്നു. പക്ഷേ ദർ വാസ് എ മൊമെന്റ് വേർ I fell in love with you as a person. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ കാര്യം പറഞ്ഞു. ഒരു വട്ടം യു ക്രൈഡ്, കരഞ്ഞു. അതായത് വെൻ ഹി ലോസ്റ്റ് ഹിസ് മദർ യു ക്രൈഡ് സെയിങ് ദാറ്റ് എനിക്ക് അമ്മയുണ്ട്, അവന് വിഷമം വരുമ്പോൾ അവൻ ആരോട് പറയും, ഞാൻ എൻ്റെ അമ്മയോടാണ് എല്ലാം പറയുന്നത്. അങ്ങനെ ഒരാളെ കുറിച്ച് ഓർത്ത് എംപത്തൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ആ സമയം ഞാൻ 10,000 വട്ടം അർജുനോട് പറഞ്ഞിട്ടുണ്ട്, അസ്കർ നിന്നോട് ഇത്ര സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ് എന്നുള്ളത്. അത് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ നമ്മള് ഫ്രണ്ട്സാണ്, നമ്മള് എനിക്കറിയില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ബന്ധങ്ങളാണല്ലോ. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം. എനിക്ക് ഒരാളെ വിളിച്ച് അയാളുടെ ഒരു മോശം സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അയാൾ ഇമോഷണലി ഭയങ്കര തകർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ആരെയും വിളിച്ച് എനിക്ക് സമാധാനിപ്പിക്കാൻ അറിയത്തില്ല. എനിക്ക് എല്ലാവരെയും ഹാപ്പി ആക്കാൻ അറിയാം, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഞാൻ അവനെ വിളിച്ചിട്ട് എന്താണ് പറയുക, അതായത് എനിക്ക് അതപ്പോൾ
ഇനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടല്ലോ, അതേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ ഒരാളെ കുറിച്ച് ഓർത്ത് എംപത്തൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അതെന്റെ സ്പെഷ്യൽ ക്വാളിറ്റി ഒന്നുമില്ല. എല്ലാരും നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെപ്പോഴും വേണം, അവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിൽ എനിക്കറിയത്തില്ല അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ല, അസ്കർ ഭയങ്കര ഫാമിലി മാൻ ആണ്, ഭയങ്കര ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു നടത്തുന്ന ഒരാളാണ്. അതായത് സംഭവം ഹിറ്റായപ്പോഴാ നമ്മൾ ജയിച്ചു അങ്ങനെ പറയാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ ദാറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയാം. പിന്നെ ഇപ്പോൾ ഫാമിലിയുടെ കാര്യം പറയുന്നതാണെങ്കിലും ആസിഫിക്കെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത്തേക്കുറിച്ച് പറയും. അത് എന്താണ് എനിക്കും ഭയങ്കര എൻ്റെ അർജുൻ്റെ അനിയനായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറി. അത് നമ്മൾ ആദ്യം തൊട്ടേ എപ്പോൾ കണ്ടാലും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് വാട്ട് ഈസ് ഇത്ത ഫോർ യു? ഇത്താത്ത എനിക്ക് എൻ്റെ ഉമ്മ തന്നെയാണ് ഇത്താത്ത. എനിക്ക് അവർ രണ്ടുപേരും എപ്പോഴും ഒരുപോലെ തന്നെയാണ്. കാര്യം ഞാൻ കോളേജിൽ പഠിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പേ ഇത്താത്ത വന്നു ലൈഫിൽ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിലേ എനിക്കൊരു ചേച്ചി ഇല്ലാത്തൊരു സിസ്റ്റർ ഇല്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഇത്താത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഉമ്മാടും ഇത്താത്താടും എനിക്ക് ഒരുപോലെ സംസാരിക്കാൻ പറ്റും. ഉമ്മാട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനും ഉമ്മായും തമ്മിൽ വഴക്കുണ്ടാക്കിയാലും എനിക്ക് ഇത്താത്തന്നെ വിളിച്ച് പറയാൻ പറ്റും. അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഫാമിലി എപ്പോഴും ഒരുമിച്ച് വേണമെന്ന്. അത് മേ ബി എൻ്റെ ചേട്ടൻ കാരണം തന്നെ ആയിരിക്കും. എപ്പോഴും നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്, ഇക്കയുടെ ഫ്രണ്ട്സിനെ, ഫാമിലീനെ. മേ ബി അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞങ്ങൾ പരസ്പരം എല്ലാവരും പെട്ടെന്ന് കണ്ണ് നിറയുന്ന ആൾക്കാരാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എന്താ പറയുക, നമുക്ക് ഫിലിം ഫീൽഡിൽ ഒരാളുള്ളത്, ഇപ്പം അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർ കിഡ് ആവുന്നത്, അല്ലെങ്കിൽ ബ്രദർ സിനിമയിൽ ഉണ്ടാവുന്നത് ഈസി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ആയിരുന്നു? എനിക്ക് അറിയില്ല, മേ ബി ശരിയായിരിക്കും. നമുക്ക് ആദ്യത്തെ ഒരു സിനിമ കിട്ടാൻ വേണ്ടി ഈസി ആയിരിക്കും. ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് നമ്മളെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ച് നമ്മുടെ ജീവിതം തീരുമാനവും അവരുടെ ജീവിതം തീരുമാനമാവും എന്നൊരു പോയിന്റിലെത്തും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെടണം. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിലും ആൾക്കാരെ മനസ്സിലാക്കുന്നതിലും നമുക്കൊരു പേഴ്സണാലിറ്റിയും നമുക്കൊരു ക്യാരക്ടറും വേണം. അതല്ലാതെ ഒരാൾക്കും ഒരു സ്റ്റാർ കിഡാന്ന് പറഞ്ഞാലും ആർക്കും സിനിമയെ പിടിച്ചെത്താൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ഇരുന്നല്ല സിനിമ കാണുന്നത്, നമ്മുടെ സിനിമ കാണുന്നത് പ്രേക്ഷകരാണ്. അത് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരാളായിരുന്നു. ആ സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോയ്ക്കൊന്നും ഒരാളും ഇല്ലായിരുന്നു. ആ സിനിമ നല്ലതാ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ വരുന്നത്. അവര് കാണുന്നത് സിനിമയാണ്. ഞാനിപ്പോൾ ആരുടെ അനിയനാ ആരുടെ മകനാണെന്നൊന്നും ആരും ചിന്തിക്കില്ല. നമ്മുടെ കുറച്ച് കുടുംബക്കാരും കൂട്ടുകാരും മാത്രമേ നോക്കുള്ളൂ. അത് അല്ലാതെ അതൊന്നും ആരും ചിന്തിക്കില്ല. അവർക്ക് വേണ്ടത് സിനിമയാണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. ബാക്കി 1-2 പടമൊക്കെ കിട്ടുമായിരിക്കും. അത് അവന് കഴിവുണ്ടെങ്കിൽ അവന് പിടിച്ചു പോകും. ഞാൻ നല്ല എക്സാമ്പിൾ അല്ലേ, 9.5 കൊല്ലം ഇടയ്ക്കിടയ്ക്ക് പറയണം 9.5 കൊല്ലം എന്നൊക്കെ. ഇപ്പൊ ആരം വരാൻ പോവാണ്, അടുത്ത മൂവി അല്ലേ? അതിനെ കുറിച്ച് ആരം ഈ പറഞ്ഞ എന്റെ ക്യാരക്ടറെ പറ്റി ഒന്നും പുറത്ത് തീരെ പറയാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ബട്ട് എനിക്കൊരു സൈജിച്ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ സൈജിച്ചേട്ടൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഈ പണ്ട് പറയുന്ന പോലെ ഈ നമ്മൾ ഉച്ചയ്ക്ക് ഇരുന്ന് ചോറുണ്ണുമ്പോഴത്തേക്ക് നമ്മൾ കുറേ സിനിമ കാണാൻ ആഗ്രഹിക്കില്ല, അതുപോലത്തെ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് സൈജിച്ചേട്ടൻ. അപ്പോൾ എനിക്ക് പേഴ്സണലി പരിചയപ്പെടണമെന്നും കൂടെ അഭിനയിക്കണമെന്നും ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തൊരു സിനിമയാണ്. നല്ലൊരു ക്യാരക്ടറുമാണ് എൻ്റെ. പക്ഷെ ആ ക്യാരക്ടറെ പറ്റി ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് റിലീസായിട്ട് ഞാൻ വിളിക്കും. കണ്ടത് എല്ലാം ഞാൻ തന്നെ പറഞ്ഞു, അത്ര പറഞ്ഞ വിഷമിക്കണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, ഈ എന്താ പറയാ, സിനിമകൾ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ള ആളാണോ? ആണ്. ഏത് തരം സിനിമകളാണ്? എല്ലാ രീതിയിലും. എനിക്ക് ചില ദിവസങ്ങളിൽ എൻ്റെ മൂഡ് പോലെ ആയിരിക്കും. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും കോമഡി പടം വേണം, അല്ലെങ്കിൽ ചില ആക്ഷൻ, എല്ലാ സിനിമകളും കാണും. എനിക്ക് ഈ പറഞ്ഞ ചില സിനിമകൾ എനിക്ക് ആദ്യത്തെ ഒരു കണക്ട് ആയി കിട്ടാൻ, ഒരു പ്ലേ ചെയ്തിട്ട് നമ്മളൊരു കണക്ട് ആവുന്ന ഒരു സാധനം വരെ എനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏത് സിനിമയും ഞാൻ കാണും. അത്
ചില പരാജയപ്പെട്ട സിനിമകൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്ന സിനിമ വരെ ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അതിലെന്താണ് കുഴപ്പം പറ്റിയത്, എന്താണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് എനിക്കിഷ്ടമാണ്. എൻ്റെ സിനിമകൾ കാണാൻ ഇഷ്ടം എനിക്ക്. ഈ 9.5 കൊല്ലത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു എന്നൊക്കെ. എപ്പോഴെങ്കിലും കരിയറിലെടുത്ത എന്തെങ്കിലും ഡിസിഷൻ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ ഏതാന്നൊന്നും പറയണ്ട, തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അല്ല, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലടോ. നമ്മള് അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഒരു പ്രായത്തിൽ നമ്മൾ ഒരു ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ച് അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സക്സസ് എന്താ, അതിൻ്റെ പരിപാടികൾ എന്താന്നുള്ളത് നമ്മളത് അനുഭവിച്ചില്ലേ. നമ്മള് ഞാൻ ഇടയ്ക്കിരുന്നു ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റിയാറെങ്കിൽ ഇപ്പോഴേ ജിത്തുവിനെ കണ്ടുപിടിച്ച് സംഭവം ആദ്യ പടമായിട്ടൊക്കെ ഇറക്കാറുണ്ട്. പിന്നെ നമ്മളങ്ങ് പോവാ, ലൈഫ് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. നമ്മള് ഭയങ്കര രസമായിട്ടൊക്കെ പോവാന്ന് മാത്രമേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ. എന്താ പറയാ, ഇപ്പോൾ ഒരു സിനിമ സക്സസ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നടനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സിനിമയിലുള്ള ആരാണെങ്കിലും ചെയ്യുന്ന സിനിമ സക്സസ് ആവും. പക്ഷെ അതിന് ശേഷം വരുന്ന ചോയ്സുകൾ കുറച്ചുകൂടെ ടഫാക്കും നമ്മളെ. അതായത് മുന്നേ നമുക്ക് ഈ സക്സസ് ഇല്ലാത്തപ്പോൾ നമുക്കൊരു ഭാരമില്ല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ സക്സസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ലൈക്ക് പീപ്പിൾ എക്സ്പെക്ട് മോർ ഫ്രം യു. ഇപ്പോൾ ഫെയിലിയർ ആണെങ്കിൽ കുഴപ്പമില്ല, മുന്നത്തെ പടവും ഇതാണല്ലോ, അല്ലെങ്കിൽ മുന്നും ആ ഡയറക്ടറിന്റെ ഇതായിരുന്നല്ലോ, അങ്ങനെയൊക്കെയല്ലേ എക്സ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷെ വൺ സക്സസ് വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞപ്പോഴാണോ ഈ ടെൻഷൻ വരാൻ തുടങ്ങിയത്? അല്ല, ഞാൻ ഓർക്കുന്നത് ഈ നമ്മള് സക്സസ് ആയി നമ്മളെ കുറച്ചുപേരെ നമ്മുടെ സിനിമകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നല്ല ഇത് ബാക്കിയുള്ളവർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ആദ്യ പടം തൊട്ട് നമ്മുടെ ആഗ്രഹം അടുത്തത് നമുക്ക് അത് ഈ സിനിമയല്ല, ഇതിന് മുമ്പ് തൊട്ടേ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഓരോ പടം ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു പടം ഇറങ്ങി ആദ്യം ഫ്രൈഡേ കഴിയുമ്പോൾ എല്ലാവരും മറ്റേ ഫുൾ ക്രൂ ആയിരിക്കും സിനിമ കാണുന്നത്. ഇവര് പൊളിച്ച് തകർത്തു തിരിച്ചിറങ്ങി നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, ഇത് കയ്യിൽ ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഓക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നത്, ഇത് സക്സസ് ആകും. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ, അതുകൊണ്ട് ഈ ടൈം പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. നമ്മൾ സക്സസ് വന്നു കഴിഞ്ഞാലും ഒരാഴ്ച മുമ്പ് എനിക്ക് സംഭവം ഇറങ്ങി ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഞാൻ ദിവസം കഴിയല്ലേ, എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് തിയേറ്ററിൽ പോയിട്ടൊക്കെ കൊതിയായിട്ട് കഴിയ സമയം പോലെ എല്ലാ തിയേറ്ററും കയറി ഇറങ്ങണം എന്നൊക്കെ ആലോചിച്ചു. അത് നമ്മള് ഇത് എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കില്ല. എപ്പോഴും നമുക്കത് ആ ഒരു ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് നമുക്ക് അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു സംഭവം അക്സെപ്റ്റഡ്, യു ആർ അക്സെപ്റ്റഡ് ആസ് എൻ ആക്ടർ, അതായത് ആളുകൾക്ക് മനസ്സിലായി യു ഹാവ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇനി അടുത്തൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന നമ്മളുടെ ജഡ്ജ്മെന്റും മാത്രമല്ല ആളുകളുടെ എക്സ്പെക്ടേഷനും കൂടി നമ്മളുടെ തലയിലേക്ക് കയറുമല്ലോ. അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ, അതോ എങ്ങനെയാണ് അതിനെ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന സിനിമ നല്ലതാണെങ്കിൽ എന്തായാലും ആള് കയറും. നമ്മള് അതിനി നോക്കുക എന്ന് മാത്രമേ. അത് ആദ്യ സിനിമ തൊട്ടേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാ, പക്ഷെ നമുക്കത് പറ്റിയില്ല. പക്ഷെ നമ്മൾ ഓരോ സമയം കഴിയുമ്പോൾ നമ്മൾ അത് പഠിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കണ്ട ആളുകൾ ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തിട്ട് ഈ സിനിമ കണ്ടിട്ട് നമ്മളെ ചീത്ത വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളു. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മുടെ സിനിമ കാണുക, അവർ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ളവരാണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ അൽഗോരിതം ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതെ, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക അല്ലേ. നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സ്ക്രിപ്റ്റുകളിൽ 100% കൊടുത്ത് ചെയ്യുക അല്ലേ. അതാണ്. എന്താണ് അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം അൺലേൺ ചെയ്യേണ്ടി വന്ന ഒരു കാര്യം? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമല്ലോ, ഇതിങ്ങനെ ആയിരിക്കും, സിനിമയിൽ കയറി കഴിഞ്ഞാൽ അതായിരിക്കും ഇതായിരിക്കും, അങ്ങനെ നമുക്ക് കുറേ എക്സ്പെക്ടേഷൻസ് ഒക്കെ കാണും. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇൻ എവറി ഫീൽഡ് അങ്ങനെ ആയിരിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ അൺലേൺ ചെയ്യേണ്ടി വന്നതോ അല്ലെങ്കിൽ അസ്കർ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഇത് എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യമില്ല. കാര്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാണ്, എനിക്കല്ല. അപ്പൊ എല്ലാം ഞാൻ പഠിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഞാൻ
ഓക്കെ ഇങ്ങനെ സംസാരിക്കണം, അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സായിട്ടല്ല, ലൈഫ് ഇങ്ങനെ വേണം എന്നുള്ളത് ഞാൻ പഠിച്ചെടുത്തതാണ്. അതിനു മുമ്പ് ഞാൻ ഒരു ബിഗ് സീറോ. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, ആ വക ചിന്തകൾ എനിക്കില്ലായിരുന്നു. ഞാൻ ഓരോ ഘട്ടമായിട്ടില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിൽക്കുമ്പോഴും സ്റ്റേജിൽ കയറുമ്പോഴും ആ ഫിയറും, എനിക്ക് മൊത്തം ഫിയറും പരിപാടിയും ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചെടുത്തതാ. പഠിച്ചതെന്നൊന്നും എനിക്ക് കളയാൻ ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിന് പുറത്ത് വന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, ലൈക്ക് ഫോർ യുവർ കരിയർ? പിന്നെ ഞാൻ സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ JSK എന്ന് പറഞ്ഞ മൂവി ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ഇല്ലെങ്കിൽ എല്ലാ സെറ്റിലും ഭയങ്കര എല്ലാവരുമായിട്ട് കംഫർട്ടബിൾ. JSK ചെയ്യുമ്പോൾ എനിക്ക് ആരും പരിചയമുള്ള ആരും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ബഹളം വയ്ക്കുമെങ്കിലും ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പൂച്ചയാണ്, ഞാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അവിടെയൊക്കെ പോയി ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കോംപ്ലക്സ്, എനിക്ക് പറ്റാത്ത സാധനം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് അതെ, നമ്മളെപ്പോഴും അതുപോലത്തെ സിറ്റുവേഷൻ കുറേ. എനിക്കിപ്പോൾ പബ്ലിക് ഫംഗ്ഷനിൽ എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് തന്നെ ഇക്കാടെ കോട്ടയം ബെൽറ്റ് എന്ന് പറഞ്ഞ മൂവിയുടെ ലോഞ്ചിന് പോയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുലിവാൽ കല്യാണത്തിൽ വന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുത്തിയേക്കുന്ന ഒരു ഫീലായിരുന്നു. കാര്യം എനിക്കറിയില്ലാത്ത കുറേ പേര്, കുറേ സീനിയർ ആർട്ടിസ്റ്റ്, എനിക്ക് അങ്ങോട്ട് കയറി മിണ്ടാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് എങ്ങനെ മിണ്ടും എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഇരുന്ന ഓരോ സെക്കൻഡ് ഞാനിങ്ങനെ വാച്ച് നോക്കി എങ്ങനെ ഇവിടുന്ന് ചാടിപ്പോ തിരിച്ചു ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തുക. പിന്നെ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഇക്കാടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ അതിന് പോവുക, പങ്കെടുക്കുക എന്നുള്ളതൊക്കെ വേറൊരു സന്തോഷമാണ്. പക്ഷെ ഈ പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് ഭയങ്കര ക്രൗഡ് കാണുമ്പോഴത്തേക്കും അവിടെ എനിക്ക് ബിഹേവ് ചെയ്യാൻ ഇച്ചിരി പാടാ. പക്ഷെ ഈ പറഞ്ഞ സംഭവം ഹിറ്റായപ്പോ അതൊന്നും ഇല്ല കേട്ടോ. അതിന് തിയേറ്റർ വിസിറ്റിന് ഞാനൊക്കെ പൊളിച്ചടിക്കും. എനിക്കിങ്ങനെ വേറൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും എനിക്ക് മറ്റേ ഞാനിവിടെ ഇരിക്കുന്ന എന്ത് പറയും ഞാൻ എന്നുള്ളൊരു എന്നെ ആളുകൾക്ക് അറിയുവോ, അല്ലെങ്കിൽ തെറ്റിപ്പോവോ. ഏറ്റവും കൂടുതൽ നമ്മളൊരാളെ പരിചയപ്പെടാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ഒരു ആക്ടർ ആവുകയും ചെയ്യുന്നു എന്നാ എത്ര പേർക്ക് അറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചേട്ടാ ഞാനിങ്ങനെ എന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നത് അതെനിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനം. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പബ്ലിക്, ഞാൻ ഈ ഫ്രണ്ട്സ് ഫാമിലി ഇവിടത്തെ ഉടായ്പ അടിപൊളി പരിപാടിയിൽ നിൽക്കുന്നതല്ലാതെ പുറത്തേക്ക് എനിക്ക് പബ്ലിക് ഫങ്ഷൻസ് എനിക്ക് ഭയങ്കര ഇതാണ്. ആ പൂച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നിങ്ങൾ ആരും ഇല്ലാത്തപ്പോഴും ഞാൻ ആ പൂച്ചയുള്ളൂ, എന്റെ ആൾക്കാരും ഇല്ലല്ലോ ഇവിടെ. അല്ല, മേനപ്പേർക്കയുടെ ഇതിനെല്ലാം പോയപ്പോ ഭയങ്കര പുലിയായിരുന്നു. എനിക്ക് നിറച്ചു സൈഡിലുള്ള അത് മറ്റേ ചുറ്റും ആൾക്കാരാണല്ലോ നമുക്ക്. അവിടെ നമ്മുടെ ആളുകളുണ്ടെങ്കിൽ നമുക്കൊരു എപ്പോഴും അതെനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് മനസ്സിലാവും. നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സർക്കിളും ആണെങ്കിൽ നമ്മൾ അവിടെ മറ്റേ വേറെ ലെവലായിരിക്കും. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടിരുത്തുമ്പോഴാണ് നമ്മള് പണി പാടുള്ളൂ. കൊള്ളാം. അടുത്ത് ചോദിക്കാൻ വന്ന മേനപ്പേർക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണെന്നൊന്നും മറന്നു പോയെന്ന്. ഇല്ല, നമുക്ക് പൊതുവെ ഉപദേശങ്ങൾ അധികം ഇഷ്ടമുള്ളവരൊന്നും അല്ല എല്ലാവരും, മിക്കവരും. പക്ഷെ that one ഉപദേശം that changed your life എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും ഉപദേശമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് യുവർ എൻറ്റയർ പെർസ്പെക്റ്റീവ് ചേഞ്ച്ഡ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ കേൾക്കാൻ ഞാൻ കുറേയും കൂടെ ഈ കുറെ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ചിലവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പൊ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ആളുകളോട് നന്നായിട്ട് പെരുമാറണം, ആളുകളെ മനസ്സിലാക്കി പെരുമാറണം. ഇതൊന്നും നമുക്ക് ഒരു സമയത്ത് നമ്മുടെ തലയിൽ പറഞ്ഞാൽ കേറൂല. ഇത് ലൈഫ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. എനിക്കിഷ്ടമാണ് അവര് ഉപദേശിക്കുമ്പോൾ ഞാൻ അവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇരുന്ന് കേൾക്കും. അപ്പൊ അവർക്കും ഒരു സന്തോഷമാവും. ഞാൻ ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ
പഠിച്ചു വരുന്നു. അതൊക്കെ ഇതൊക്കെ ഒരു രസമാണ്. നമ്മള് അല്ല, എനിക്കൊന്ന് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, ഉപദേശിക്കുമ്പോ എന്ത് തിരിച്ചു പറയും. അത് ഈ ഉപദേശിക്കാൻ വരുന്ന ആളുടെ ടൈമും നമ്മുടെ ആ സമയത്തെ മൂഡ് അനുസരിച്ച് ആയിരിക്കും മൊത്തം പരിപാടി ഇരിക്കണത്. ഞാനൊന്ന് ഉപദേശിക്കാം കേൾക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ. നീ എന്ത് ഉപദേശിക്കാൻ, നിനക്ക് എന്തറിഞ്ഞിട്ടൊക്കെ. നമുക്ക് സിനിമ എന്ന് പറയുന്നതിനോട് ഭയങ്കര ക്രേസാണ് മനുഷ്യർക്ക് മൊത്തത്തിൽ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മളെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2.5 മണിക്കൂർ അതിനകത്ത് കയറി നമ്മുടെ ബാക്കി പ്രശ്നങ്ങളെല്ലാം മറന്ന് അതിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നത്തേത് നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇപ്പം ഉദയനാണ് താരം കാണുന്ന സമയത്ത് നിങ്ങൾ സിനിമ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റി ഇല്ലേ. എനിക്ക് ഞാൻ കുഞ്ഞാതായിരുന്നപ്പോൾ ഞാൻ എങ്ങനെ ആദ്യമായിട്ട് ഇത്രയും ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പഠിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും അസ്കർ പഠിച്ച ഒരു കാര്യമുണ്ടോ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ കണ്ട സിനിമയിൽ ഏറ്റവും ഇമ്പാക്റ്റ് ചെയ്ത ഒരു സിനിമ ഏതായിരിക്കും? ഇമ്പാക്ട് ചെയ്ത സിനിമകൾ കുറേ ഉണ്ട്. എനിക്കത് പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. എനിക്കൊരു സിനിമ, അതിലൊരു ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ എന്തും ഒരാളുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഇരുന്ന് കരയൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയിരുന്ന ഞാൻ സെന്റിമെന്റൽ പടം കാണില്ല, ഞാൻ ഏങ്കൽ അടിച്ചിട്ടിരുന്ന് കരയും. എനിക്ക് പറ്റത്തേ ഇല്ല സെന്റിമെന്റ്. അത് ഞാൻ ലൈഫിൽ അനുഭവിച്ച സിറ്റുവേഷനുമായിട്ടൊന്നും ഒരു ബന്ധവും കാണൂല. ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥകളായിരിക്കും അത് കാണുന്നത്. പക്ഷെ ഞാൻ അവരുടെ അവസ്ഥ ആലോചിച്ച് ഞാനത് എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്തോ, അല്ലെങ്കിൽ എങ്ങനെ ആര് ലൈഫായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഇരുന്ന് കരയും. ഇതൊക്കെ എൻ്റെ, ഞാൻ പറയില്ല, നമ്മള് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജും ഇതും ഫ്രണ്ട്സും പരിപാടി അടിച്ചുപൊളി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്, നമ്മള് നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ ഒരു മാറ്റം വരും. നമ്മൾ കൂടുതൽ വീട്ടിൽ വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ പഴയതുപോലെ വീട്ടിൽ കിടന്ന് ബഹളം വെക്കുക, ചൂടാവുക എന്നുള്ളൊരു നമ്മുടെ സ്വഭാവം മാറും. കുറച്ച് വൾണറബിൾ ആണ് മൊത്തത്തിൽ നമ്മള്. സിനിമയിൽ നിന്ന് കുറെ എടുക്കാറുണ്ട്, കുറെ ഇമോഷൻസ്. നമ്മളെ പേരൻസിന്റെ കാര്യമാണേലും ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, ഏറ്റവും അടിപൊളി മീഡിയം സിനിമ തന്നെയാണ്. അത് നമ്മൾ നോക്കി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയ്ക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അത് രാജ്യത്താണേലും ലോകത്താണേലും ഭയങ്കര മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എപ്പോഴെങ്കിലും ഫെയിമിനോട് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ, അതോ അഭിനയത്തോടാണോ കൂടുതൽ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അഭിനയത്തോട് ഭയങ്കര ആഗ്രഹമുണ്ട്, ഫെയിമിനോട് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അത് അല്ല, ഫെയിം എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് പേരെ അറിയാം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണേലും എൻ്റെ വാപ്പാനെ എല്ലാവർക്കും, നാട്ടിലെല്ലാവർക്കും അറിയാം. അപ്പൊ അവര് തരുന്ന ഒരു ബഹുമാനം, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അത് നമ്മളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. നമ്മൾ നന്നായിട്ട് പെരുമാറിയിട്ട് അവര് നമുക്കൊരു ബഹുമാനം തരിക എന്ന് പറയും. അതൊരു നല്ല കാര്യമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. അത് ഫെയിമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ആളുകൾ കാണുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അത് ലൈഫിൽ കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. ജോലി ഇഷ്ടപ്പെട്ടിട്ട് അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നവും ഇതൊക്കെയല്ലേ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ അതിലൊക്കെ ചുമ്മാ ഇരുന്ന് നമ്മള് എനിക്ക് ഫെയിം വേണ്ട എന്നൊന്നും പറഞ്ഞത് അല്ലേ. എല്ലാ മനുഷ്യന്മാരും ഒക്കെ ഒരുപോലെയൊക്കെ തന്നെ. അതെ, ചുമ്മാ ഫെയിം അല്ല, എനിക്ക് സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ എല്ലാം ഇഷ്ടമാണ്. നമ്മളൊക്കെ എത്ര കൊല്ലം ഈ ലോകത്തുണ്ട്. നമ്മൾ ആ സമയം നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റുക എന്നല്ലേ കാര്യമുള്ളൂ. ഈ 10 വർഷത്തെ കണക്കുണ്ടല്ലോ, 10 വർഷം മുന്നേ തുടങ്ങിയ അസ്കർ എന്തായിരുന്നു ഉദ്ദേശിച്ചൊരു സ്ഥലത്ത് ഈ വർഷത്തെ അസ്കർ എത്തിയോ? ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹങ്ങൾ. പിന്നെ എനിക്ക് ഒരു ഞാൻ ഹാപ്പിയാണ്. എല്ലാവർക്കും, എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അതെ, നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ കൊണ്ട്, ഈ പരാജയങ്ങൾ, നമ്മൾ വിജയം ആഘോഷിക്കുമ്പോൾ പരാജയം ബാക്കിയുള്ള ആരെയും തലയെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ തെറ്റുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓരോ സമയം ഓരോ ഇത് പഠിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോയി.
ഇന്ന കൊല്ലം ഇന്ന പ്രായത്തിൽ 24-ാമത്തെ വയസ്സിൽ രക്ഷപ്പെട്ടേക്കാന്ന് നമ്മൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നമ്മള് ഇതാണ് എന്താ ഇതിലൊക്കെ ആഫ്റ്റർ ഓൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അല്ലാതെ നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മള് ഉള്ള സമയത്ത് ഇപ്പൊ നല്ല കാശ് ഉണ്ടാക്കിയാൽ നല്ല കാറ് വാങ്ങിക്കുക, നല്ല വീട് വാങ്ങിക്കുക, പറ്റിയാൽ ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കും. അല്ല പോയിന്റ് ഒന്നുമില്ല. അല്ല പക്ഷേ ഇപ്പോൾ യു ആർ ഓൺ എ റൈറ്റ് ട്രാക്ക് ശരിക്കും. ലൈക്ക് മുന്നേ അല്ല എന്നല്ല, ഇതൊക്കെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണല്ലേ. നമ്മൾക്കറിയില്ലല്ലോ, ചില മീം കണ്ടിട്ടില്ലേ, കുറെ കുഴിക്കും ഒന്നും കിട്ടത്തില്ല, എന്നിട്ട് നടന്നു പോകും. അപ്പോഴാണ് അതിനകത്ത് ഡയമണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു വെട്ടും കൂടെ വെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ വെട്ടിപ്പിടിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. സോ ആസ് എ ലൈക്ക് പ്രേക്ഷക ഞാൻ പറയുകയാണെങ്കിൽ we really love you at this point of time. There is no doubt in that. ഇനി ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തായിരിക്കും ലൈക്ക് വൺ മൊമെന്റ്, ബുക്ക്, സിനിമ, പേഴ്സൺ, ആൻ അഡ്വൈസ്, എന്തുവാകാം, ദാറ്റ് ചേഞ്ച്ഡ് യുവർ ലൈഫ്. എ പേഴ്സൺ, മൂവി, ഒരാളുടെ ഒരു 5 minutes ഓഫ് യുവർ ലൈഫ് ആയിരിക്കാം. എന്താണ്, വാട്ട് ഇൻസ്പയർഡ് യു, അല്ലെങ്കിൽ വാട്ട് ചേഞ്ച്ഡ് യു, വാട്ട് മേഡ് യു ദ അസ്കർ അലി യു ആർ ടുഡേ? ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഈ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒറ്റ പോയിന്റ് നിന്നെ നീയാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് പറയും? ഞാൻ പറയണോ? എന്നെ സംബന്ധിച്ച് ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഒറ്റ പോയിന്റ് വെച്ച് അവൻ ജീവിതത്തിൽ എല്ലാ കാര്യവും സെറ്റ് ആയിട്ടില്ല. നമുക്ക് ചില പ്രായം വരെ അല്ലെങ്കിൽ ചില സമയം വരെ നമ്മൾക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. പക്ഷെ ചില ഒറ്റ നിമിഷം മതി നമുക്കതെല്ലാം മാറി വി ബിക്കം എ ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു അംബീഷ്യസ് ആവാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളുടെ ചില തോട്ട് പ്രോസസ്സുകൾ മാറുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അതിപ്പോ ഞാൻ ഇപ്പൊ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ കുറേ ഹീറോയിസ് ആണെന്ന് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോകം മണ്ടത്തരമാണെന്ന് കാണുന്നത് ഇപ്പോഴത്തെ ചില പിള്ളേർ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും, പക്ഷേ അവരോട് പോയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. എടാ ഇതല്ല പരിപാടി, ഇതല്ല, നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവുന്നുള്ളു. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ നമ്മൾ പഠിക്കുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് ആയാലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റ് ആയിരിക്കും മേ ബി എൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിലെ ഒരു അംശം മാറുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോഴാണല്ലോ. ഞാൻ പറയാം, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് സംസാരിക്കും ഉമ്മായിട്ട്. അത് ലൈഫിൽ എനിക്ക് എപ്പോഴോ എൻ്റെ ഉമ്മാനെ മിസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവരായിട്ട് അകന്ന് പോകുന്നുണ്ടോ, അവർക്ക് പ്രായമാവുന്നു, അപ്പൊ അവര് സംസാരിക്കുമ്പോൾ ഞാൻ അതിന് സമയം കൊടുക്കും. എനിക്ക് എന്ത് തിരക്ക്, എന്ത് ബഹളത്തിൽ ഞാൻ നിൽക്കുവാണെങ്കിലും ഞാൻ ഒരു 10-15 മിനിറ്റ് എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് അയൽവക്കത്തെ കാര്യവും വീട്ടിലെ പ്രശ്നങ്ങളും കുടുംബക്കാർ തമ്മിലുള്ള തമ്മിലടിയും ഇതൊക്കെ ഇരുന്ന് കേൾക്കും. കാര്യം ആ ടൈം ഞാൻ അവർക്ക് കൊടുക്കണം. അത് അവര് പറയുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് എനിക്കുള്ള വേറെ കുറെ ടെൻഷൻസ് ഞാൻ മറന്ന് ഞാൻ ചിരിച്ചുമായിട്ട് വർത്താനം പറയും. അപ്പൊ നമ്മൾ ഒരാൾക്ക് സമയം കൊടുത്ത് നമ്മൾ കൊടുക്കേണ്ടവർക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫിൽ നമ്മുടെ കുറെ മാറ്റം വരുത്തുന്നു. ബ്യൂട്ടിഫുൾ ആൻസർ. ഇതാണ്, കണ്ടോ, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ചോദ്യത്തിന്റെ ഉദ്ദേശവും, അല്ലാതെ ഒരു പോയിന്റ് പറയാന്നല്ല. ലൈക്കിനും എന്താണ് അസ്കർ എന്നറിയാൻ പറ്റുന്നൊരു ഉത്തരവാണത്. ലൈക്ക് ബ്യൂട്ടിഫുൾ ആൻസർ. ആൻഡ് എന്താ പറയാ, ഓണത്തിന് എൻ്റെ കത്തി മുനയിൽ നിന്ന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയലി എ വണ്ടർഫുൾ പേഴ്സൺ. അത് കുറച്ച് സമയം എടുത്താണ് എനിക്ക് മനസ്സിലായത്. നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അല്ല, പിന്നെ നന്നായിട്ട് അംബീഷ്യസ് ആയിട്ട് സ്വന്തം ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഈ തവണ ഓണത്തിന് ആദ്യത്തെ ഓണം അഠേറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഓണം തുടങ്ങിയതൊരു ഫീൽ എനിക്ക് വന്നത് ഇതാണ്. അപ്പൊ താങ്ക് യു. ഈ ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ, എല്ലാവരും ഹാപ്പി ആവുക, എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ അൺഫിൽറ്റേർഡിലെ 100ഓളം സബ്സ്ക്രൈബേഴ്സിന് അസ്കർ അലിയുടെ വക ഹാപ്പി ഓണം.